തുഷാർ നമസ്കാരം. നമസ്കാരം. 2026 ദയനീയമായ പരാജയം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയൊരു ഉദാഹരണമായി മാറും. പാതാള പടുകുഴിയിലേക്കാണ് CPM പതിച്ചത്. 99 സീറ്റായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. ആ 99 സീറ്റിൽ നിന്ന് വീണ്ടും 35 സീറ്റിലേക്ക് ഇടതുപക്ഷം കൂപ്പുകുത്തി. അതിൽ CPMൻ്റെ പങ്ക് നോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇന്നിപ്പോൾ പാർട്ടിയെ ഏത് വിധത്തിലും സംഘടനാ ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താൻ വേണ്ടി പാർട്ടി നശിക്കരുത് എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ എന്ത് ചെയ്യേണ്ടു എന്നുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ്. ബ്രാഞ്ച് തലം മുതൽ പഞ്ചായത്ത് തലം മുതൽ ബ്രാഞ്ച് തലം, ഏരിയ തലം, സംസ്ഥാന തലം, കേന്ദ്ര കമ്മിറ്റിയിൽ വരെ എങ്ങനെയാണ് കേരളത്തിൽ പരാജയത്തിന് കാരണം വഴിയൊരുങ്ങിയത്, എന്തായിരുന്നു പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം, ജനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഈ പാർട്ടി ഇത്ര കണ്ട് അകന്നുപോയത് എന്നുള്ള പഠനങ്ങൾ നടന്നു. ഇനി വീണ്ടും ഈ വരുന്ന സെപ്റ്റംബറിൽ വിശദമായ ഒരു പാർട്ടി കോൺഗ്രസ് ചേരാൻ വേണ്ടി ഇരിക്കുന്നു, സംസ്ഥാന സമിതി ചേരാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ആ സംസ്ഥാന സമിതിയിൽ ഇന്നിപ്പോൾ CPMനെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ അടക്കം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകളുടെ തല ഉരുളും, പല സ്ഥാനഭ്രംശങ്ങളും ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ, അത്യപൂർവമായ പ്രതിസന്ധിയിലൂടെ CPM കടന്നു പോകുന്നു. ഇവിടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തന്നെയാണ് ഈ കുറി CPMനെതിരെ വോട്ട് ചെയ്ത് CPMനെ താഴെ ഇറക്കിയത്. കാരണം കേരളത്തിൽ ഇനിയും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇനി ഒരു കാരണവശാലും മൂന്നാം വട്ടം ഭരിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ വോട്ട് മാറ്റി കുത്തിയത്. 1 കോടിയിലധികം വോട്ടാണ് UDFന് ഈ കുറി കിട്ടിയതെന്ന് പറയുമ്പോൾ ഈ വോട്ടുകൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇനി എന്താണ് പ്രസക്തി? CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ തലത്തിലുള്ള ഭാവി എന്താണ്? എങ്ങനെയാണ് ഇനി ഈ പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ജനങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുക, അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുക? ഇതൊരു വലിയ ചോദ്യമാണ്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാഷ്ട്രീയത്തെ കാലാകാലങ്ങളായി നോക്കിക്കാണുകയും കൃത്യമായ വിമർശനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുകയും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ രാജ്മോഹൻ സാറ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒന്ന്, CPMന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന കുഴപ്പം, ഇങ്ങനെയുള്ള ഏത് തകർച്ചയിൽ നിന്നും ആശയപരമായി ദൃഢതയുള്ള പ്രസ്ഥാനത്തെ രക്ഷിച്ച് കൊണ്ടുവരാൻ നല്ല ലീഡർഷിപ്പിന് പറ്റും. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു VS അച്യുതാനന്ദൻ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുകയും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 1 കോടി വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരു 25,000 ആയിട്ടെങ്കിലും കുറയ്ക്കാൻ പറ്റുമായിരുന്നു. മുഴുവൻ കുറയ്ക്കാൻ പറ്റണമെന്നില്ല, 25,000 ആയിട്ടെങ്കിലും കുറയ്ക്കാൻ ഇതുപോലെ ക്ലീൻ സ്വീപ്പ് UDFന് ഒരിക്കലും ഉണ്ടാകുകയില്ല. വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ പറ്റും, ആഘാതം ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അച്യുതാനന്ദൻ്റെ അത്രയും സ്റ്റാച്ചറുള്ള, ജനങ്ങളെ ആകർഷിക്കുന്ന, അത് ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെ ഒരുപോലെ ആകർഷിക്കുന്ന വേറൊരു ലീഡർ ഇപ്പോൾ തൽക്കാലം നിലവിൽ CPMൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനം. പിന്നെ വേറൊരു നെഗറ്റീവ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. CPMൻ്റെ സംഘടനാ ശക്തി ഭയങ്കരമാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി നേടാൻ അവർക്ക് പറ്റും. താൽക്കാലിക തിരിച്ചടികൾ പ്രശ്നമല്ല. നാളെ വേണമെങ്കിൽ അവർക്ക് 1,00,000 പേരുടെ പ്രകടനം തിരുവനന്തപുരത്തോ എറണാകുളത്തോ എവിടെ വേണേൽ നടത്താം. അതിന് യാതൊരു തർക്കവുമില്ല. ഏത് സ്ഥാപനത്തിൽ വേണ്ട സമരം ഉണ്ടാക്കും, ബന്ധോ ഹർത്താലൊക്കെ 1-2 ദിവസത്തേക്ക് കൊണ്ടുപോകും. അവിടെ CPM മറന്നു പോകുന്നൊരു കാര്യം, ഇവരുടെ ഈ സംഘടനാ ശക്തി എന്ന് പറയുന്നത് കേവലം മിത്താണ്. ഒരു ഊതിയാൽ പറന്നുപോയി സംഘടനാ ശക്തി. അതിൻ്റെ കാരണം ഞാൻ സൂചിപ്പിക്കാം. ഏറ്റവും മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ DYFI SFI ആണ്. ഞാൻ ആദ്യം SFIയുടെ കാര്യം പറയാം. കേരളത്തിലെ കോളേജ് +2 വരെ 18 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു 60-70% പേരും കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് SFI മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. 10 വർഷമായിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ SFI മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതുതായി ചേർക്കപ്പെടുന്ന വോട്ടർമാരിലൊരു 60% 50% ആരായിരിക്കണം? തീർച്ചയായും SFIക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ആയിരിക്കണം. ഈ 10 വർഷം ചേർത്തവരുടെ എണ്ണം മാത്രം മതിയാകും CPMന് ഒറ്റയ്ക്ക്. CPMൻ്റെ ഒറിജിനൽ വോട്ടും പുതുതായി വന്ന വോട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ CPMന് ഒറ്റയ്ക്ക് കേരളത്തിൽ ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സാധിക്കാത്തതുകൊണ്ട് മറിച്ച് വോട്ട് കുറയുന്നതിൻ്റെ കാരണം എന്താ? അതാണ് ആലോചിക്കുന്നത്. എന്തുകൊണ്ട് വോട്ട് കുറയുന്നു CPMന്? ഇത്രയും പുതിയ കേഡേഴ്സ് ഉണ്ടായിട്ട് ഇനി മറുവശത്ത് ഇവർ പോയി പഠിത്തം കഴിഞ്ഞു പോകുന്നവർ NGOമാരോ അധ്യാപകരോ കണ്ടക്ടർമാരോ ഒക്കെ അവരും ചെന്ന് ചേരുന്നത് ഇങ്ങോട്ടാണ്. ഏത് യൂണിയനിലേക്ക്? സംഘടനയിലേക്ക് അവരും ഇവരുടെ സംഘടനയിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ടും അത് വോട്ടായിട്ട് മാറാത്തതിൻ്റെ കാരണം
ഇവരൊക്കെ ഒന്നുകിൽ ഭയപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിവരമില്ലാതെ ചില കാലങ്ങളിൽ CPM ജയ് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആളും ആരവും ഒന്നും ഒരു കാരണവശാലും വോട്ടാക്കി മാറ്റാൻ CPM പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പ്രശ്നം. ആരെ വോട്ടാക്കി മാറാൻ പറ്റുന്നില്ല. ജനങ്ങളെ ആകർഷിക്കത്തക്ക ഒരു പരിപാടി ഇവർക്ക് പറയാനില്ലെന്നേ. ഈ പൊതിച്ചോറിൻ്റെ കാര്യമില്ല, വേറൊന്നും പറയാനില്ല. എന്ത് കാര്യത്തിൽ കൈയിട്ട് ഏത് കൈ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുമ്പോഴും അതിന് ഇറ്റിറ്റ് പായസത്തിൻ്റെയോ പാലിൻ്റെയോ അംശങ്ങൾ ഇറ്റിറ്റ് വീഴും. പാത്രത്തിൽ കൈയിട്ട് നക്കുക തന്നെയാണത്. അതാണ് ചോരത്തുള്ളി അല്ല വീഴുന്നത്. നക്കിയെടുത്ത പായസത്തിൻ്റെയോ അല്ലെങ്കിൽ പാൽപ്പായസത്തിൻ്റെയോ ഒക്കെ ആയിരിക്കും തുള്ളികളായിരിക്കും വീണുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് മാത്രം ജീർണിച്ച ഒരു സംഘടനാ പ്രവർത്തന രീതി, സംഘടനാ സംവിധാനം അത് തന്നെ പ്രവർത്തന രീതിയാണ് CPM ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലീഡർഷിപ്പിന് ആരാ ലീഡറുള്ള ആരാ? ഒരാളുടെ പേര് പറയാമോ? ഇപ്പോൾ പിണറായി വിജയനെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ പേര് പറയാമോ? ഉണ്ടാകാം, ഉണ്ടായി വരാം, പക്ഷെ അതുവരെ കാത്തിരിക്കേണ്ടി വരും. SFIയുടെ കാര്യം പറഞ്ഞു, DYFIയുടെ കാര്യം പറഞ്ഞു. ഇനി സംഘടനയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആരുണ്ട് ഇവിടെ? LDF എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ കേരളത്തിൽ? ഇപ്പോൾ കേരളത്തിൽ LDF ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അല്ല, തീർച്ചയായും. ഇപ്പോൾ ഈ LDFിൻ്റെ പ്രധാന കക്ഷിയായ CPM തന്നെ പോരിൽ നിൽക്കുകയാണ്. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു യോഗം തെരഞ്ഞെടുപ്പിന് ശേഷം വിളിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. LDF ഇല്ല. ഇനി രണ്ടാമത്, ഇപ്പോൾ VD സതീശന് കോൺഗ്രസിനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗുണം സംഘടനാ ശക്തി കൊണ്ട് കൊടുത്തതല്ല. കോൺഗ്രസിന് ഏതെങ്കിലും VD സതീശൻ്റെ സഹപ്രവർത്തകരുടെ VD സതീശൻ്റെ തന്നെയോ ബഹളം കേട്ടിട്ട് കൊടുത്തതല്ല. മറിച്ച് സതീശൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, നാളെ എന്തെങ്കിലും കേരളത്തിന് ചെയ്യാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് കേൾക്കുന്നത്. അടുത്ത വർഷത്തിൽ നിന്നും കേട്ടിട്ടില്ല. ലേഖകൾ ഒരു അടുത്ത വർഷത്തിൻ്റെ പറച്ചിലാരും കേട്ടിട്ടില്ല. കോൺഗ്രസ് നേതാവിൽ നിന്ന് ആദ്യമായിട്ട് VD സതീശൻ എന്ന് കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ പറയുന്നല്ലോ എന്നുള്ള ധാരണ കൊണ്ട് തന്നെ സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് എടുത്തു. ഇപ്പം ബസ്സിൻ്റെ ആണെങ്കിൽ നിസ്സാര കാര്യമാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പ്രിയദർശിനി എല്ലാവരും വിചാരിച്ചിരുന്ന് നടക്കാൻ പോകും. നടക്കാത്ത അന്നത്തെ പത്രക്കുറിപ്പുകളും അന്ന് എല്ലാം റിപ്പോർട്ടർ മാത്രമല്ല, റിപ്പോർട്ടർ പിന്നെ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം പറഞ്ഞത് അപ്രായോഗികമാണ്. വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള സൂത്രമാണ്. ഒരാൾക്കൊരു തൊഴിൽ, എല്ലാവർക്കും തൊഴിൽ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം പോലെ കളിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു മുദ്രാവാക്യമായിട്ടാണ് ഇതിനെ അവർ കണ്ടത്. പക്ഷേ ഫലത്തിൽ അത് നടപ്പാക്കാൻ ആർക്ക് പറ്റി? സതീശന് പറ്റി, അല്ല ഗവൺമെൻറ്റിന് പറ്റി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ഉറപ്പായിട്ടും ഇപ്പം സതീശനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും തടവറയിലല്ല അദ്ദേഹം. പ്രഷറുണ്ട്, പക്ഷേ തടവറയിലല്ല. മറിച്ച് CPMൻ്റെ കുഴപ്പം, CPMൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ, ജീർണിച്ച സംവിധാനത്തിൻ്റെ തടവറയിലാണ് എല്ലാ പ്രവർത്തകരും. കൊള്ളാവുന്നവരുണ്ട്, പക്ഷെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒന്ന് ഭയം എന്ന് വെച്ചാൽ അവർ പുറത്തിറങ്ങി പിണറായി വിജയനെ 2 മുദ്രാവാക്യം വിളിക്കണമെന്ന് വിചാരിച്ചാൽ, ഒരു പ്രസംഗിക്കണമെന്ന് വിചാരിച്ചാൽ അവരുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന പിക്ചർ 52 വെട്ടി അവിടെ നാദാപുരത്തും വടകര വെട്ടേറ്റ് വീണ TP ചന്ദ്രശേഖരൻ രംഗത്തേക്ക് വരുന്നത്. ആര് മുദ്രാവാക്യം വിളിക്കാൻ പോകും? ആയെങ്കിൽ പോലീസുകാർ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരെ പീഡിപ്പിക്കുന്ന ഒരു പോലീസ് മന്ത്രിയെ വരെ പേടിപ്പിക്കാൻ പറ്റുന്ന ഒരു കൊട്ടേഷൻ സംഘമായിട്ട് മാറിയ ഒരു സംഘടനയുടെ പശ്ചാത്തലം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജയിപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഈ പാർട്ടി വളർത്താൻ പറ്റില്ല. പാർട്ടിയെ വളർത്തണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് കളയേണ്ടവർ കുറേ പേരുടെ വനിതാ സഖാക്കൾ തന്നെ എടുത്ത് ദൂരെ കളയേണ്ടവരുണ്ട്. അല്ല സാർ, ഇപ്പോൾ ഈ എന്താണ് ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 31 വർഷക്കാലം, എന്തായാലും 3 പതിറ്റാണ്ടിലേറെ കാലം ബംഗാൾ അടക്കി ഭരിച്ചതാണ് CPM. ആ CPMൻ്റെ അവസ്ഥ ബംഗാളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയതാണ് നമ്മൾ കണ്ടത്. ഈ ത്രിപുര ഭൂപടത്തിൽ പോലും ഇല്ല. ആകെ കൂടി CPMന് ഭരണം ഉണ്ടായിരുന്ന ഒരു, അല്ലെങ്കിൽ മെജോറിറ്റി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഈ കേരളമായിരുന്നു. ത്രിപുരയിലൊരു സഡൻ ഷിഫ്റ്റ് ആയിരുന്നു. അതെ, ആരും പ്രതീക്ഷിച്ചില്ല. തീർച്ചയായും. അപ്പോൾ കേരളത്തിൽ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലും CPMൻ്റെ അവസ്ഥ വളരെ ദയനീയമായ രീതിയിലേക്ക് മാറുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഏറെ പ്രസക്തമാവുന്നത്. ഇനിയും ഈ സംഘടനയ്ക്ക് CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ എന്ത് തരത്തിലുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്? എങ്ങനെയാണ് അവർക്ക് ഈ സംഘടനാ ചട്ടക്കൂട് പഴയതുപോലെ ബലവത്താക്കി, അല്ലെങ്കിൽ പഴയതുപോലെ ബലം ഉണ്ടെന്നുള്ളതിൽ നമ്മൾ പറയുന്നത് ആ രീതിയിലേക്ക് സംഘടനയെ വളർത്തിക്കൊണ്ടുവന്ന് ഇനിയും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ഭരണത്തിലേക്ക് വരാൻ ഇവരുടെ മുമ്പിൽ എന്ത് തരത്തിലൊരു പോംവഴിയാണ് അവശേഷിക്കുന്നത്? എന്നോട് ചോദിച്ചാൽ 2-3 ശേഷം പറയും. SFI DYFI മാറ്റാവുന്ന പറ്റുന്നിടത്തോളം നേതൃത്വത്തെ മാറ്റുക. 2, ഒരു വർഷത്തേക്ക് സമരപരിപാടിയായിട്ട് ഇവൻ കോളേജ് യൂണിയൻ ഇലക്ഷൻ മത്സരിക്കുക എന്നുള്ള പരിപാടി ഒരു വേണ്ടെന്ന് വെച്ചിട്ട് ഇവർ സാംസ്കാരിക രംഗത്ത് മാത്രം പ്രവർത്തിക്കുക. രാഷ്ട്രീയ വിദ്യാഭ്യാസം അവർക്കും കൊടുക്കുക, നാട്ടുകാർക്കും കൊടുക്കുക. അതുപോലെ DYFIക്കും ചെയ്യാൻ പറ്റും.
ഒരു സ്ഥലത്തും സമരം കാരണം ഒരു ഫാക്ടറി പോലും ഒരു പെട്ടിക്കട പോലും പൂട്ടിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം അവർ പ്രഖ്യാപിക്കണം. ഒരു അധ്യയന ദിവസം പോലും നഷ്ടപ്പെടില്ല എന്ന് SFI ഉറപ്പുവരുത്തണം. വേറൊന്നും ചെയ്യണ്ട. ഒരു അധ്യയന ദിവസം പോലും നഷ്ടപ്പെടില്ല. അതുപോലെ അതിൻ്റെ സംഘടനയുണ്ട്, കോളേജ് അധ്യാപക സംഘടനയുണ്ട്. അവരാവശ്യമില്ലാതെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു കയറരുതെന്നുള്ള മുന്നറിയിപ്പ് SFI തന്നെ അവർക്ക് കൊടുക്കണം. AKPCT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ വളർത്താൻ അവർ നടക്കുന്നത്. അത് പിരിവും കൊടുക്കും ഇഷ്ടംപോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു ചിട്ടയായ ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിലേക്ക് തിരികെ പിടിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനവും, അപ്പോൾ ചിലപ്പോൾ അറിയപ്പെടാത്ത നേതാക്കന്മാർ ഉയർന്നു വന്നു എന്ന് വരും. അവരുടെ നേതൃത്വത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. ഇവിടെ കോൺഗ്രസിനെ പോലെ ഒരു മതേതര കക്ഷിക്ക്, അല്ലെ CPM-നെ പോലെ ഒരു മതേതര കക്ഷിക്ക് ഇവിടെ പ്രവർത്തനത്തിൻ്റെ ആവശ്യമുണ്ട്. കേരളത്തിന് അത്തരം ഒരു രണ്ടോ മൂന്നോ കക്ഷികളെ ആവശ്യമുണ്ട്. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇതിൻ്റെ പുറകെ പോയി ജീർണിച്ചു പോകും. അവിടെ അല്ല, തീർച്ചയായും ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന രീതിയെങ്കിലും CPM ഇവിടെ ഉണ്ടായിരിക്കണം. ഒരു തിരുത്തൽ ശക്തിയായിട്ടെങ്കിലും CPM ഇവിടെ ഉണ്ടാവണം എന്നുള്ള യാതൊരു തർക്കമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട്, വിശ്വാസം ആർജിച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് അത് തിരിച്ചു വരാമെന്നുള്ളത് സാറ് പറഞ്ഞ പോലെ വളരെ കീഴേ തട്ടിൽ നിന്ന് തന്നെ അത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മേൽത്തട്ടിലുള്ള ഈ പല നേതാക്കന്മാരടക്കം അവിടെ നിന്ന് സ്വമേധയെ മാറുകയോ അല്ലെങ്കിൽ അവരെ മാറ്റുകയോ ചെയ്താലല്ലാതെ ഈ പാർട്ടിക്ക് ഇനി ഒരു മേൽഗതി ഉണ്ടാവില്ല എന്ന് അവരുടെ യോഗങ്ങൾ തന്നെ, അതെന്ന് കേന്ദ്ര കമ്മിറ്റി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. പലരുടെയും പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇന്ന ആളുകളുടെ ഒരു ഇടപെടലുകൾ തന്നെയാണ് ജനങ്ങളോടുള്ള മോശമായ പെരുമാറ്റം, ഭാഷ, സംസ്കാരം, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് നിരക്കാത്ത ആഡംബരപൂർണ്ണമായ ജീവിതശൈലി, ഇതൊക്കെ ജനങ്ങളിൽ നിന്നും ഈ പാർട്ടിയെയും നേതാക്കളെയും അകറ്റിയെന്ന് പറയുമ്പോൾ പേരെടുത്ത് തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ മാറി നിൽക്കുക, താഴെത്തട്ടിൽ നിന്നുള്ള എൻ്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരിക. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പഠിപ്പ് മുടക്കുന്നതല്ല രാഷ്ട്രീയം, അല്ലെങ്കിൽ ബസ്സിന് കല്ലെറിയുന്നതല്ല. കൃത്യമായി ക്രിയാത്മകമായ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുക. രാഷ്ട്രീയ മൂല്യത്തോടു കൂടി തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യാശ ഉണ്ടാകാം. പക്ഷേ നിലവിലുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും ഈ ഭരണം അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്നത് ആരൊക്കെയാണോ അവരിൽ നിന്നും പാർട്ടിയുടെ പിടി വിട്ടുപോകണം എന്ന് തന്നെ സാധാരണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സംഭവം നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും CPM ഇതിനേക്കാൾ വലിയൊരു പരാജയത്തിലേക്ക് നീങ്ങും. അങ്ങനെ നീങ്ങാതിരിക്കട്ടെ. കേരളത്തിൽ ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെയും താല്പര്യം.